ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാം എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇലക്ട്രൽ റോളിലുണ്ടോ? ഇവിടെ വെസ്റ്റ് ബംഗാളിൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായി. സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെട്ടു. ഏകദേശം 27 ലക്ഷം ആൾക്കാർക്ക് വോട്ടിംഗ് അവകാശം നഷ്ടപ്പെട്ടു. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എല്ലാ ഇലക്ഷന് മുന്നേയും ഇലക്ട്രൽ റോൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇലക്ട്രൽ റോൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആരൊക്കെയാണ് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത്. പലപ്പോഴും മരിച്ച ആൾക്കാരുണ്ടാവാം, ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയ ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഇപ്രാവശ്യം ബംഗാളിൽ ഇത് വലിയ കോൺട്രവേഴ്സിക്ക് കാരണമായി. കാരണം ഇവരുടെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് റിവിഷൻസ് കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 91 ലക്ഷം ആൾക്കാർക്ക് വോട്ടില്ല. അത് വലിയ രീതിയിൽ പരാതികൾ ഉയർന്നു. അങ്ങനെ മൾട്ടിപ്പിൾ റൗണ്ട് പിന്നെയും ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് അവസാനം 27 ലക്ഷം ആൾക്കാർക്ക് വോട്ടില്ല എന്ന് കണ്ടുപിടിച്ചു. ഒരുപാട് ആൾക്കാർ പറഞ്ഞു എൻ്റെ പേരില്ല, എൻ്റെ അച്ഛൻ്റെ പേരില്ല, മകൻ്റെ പേരില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങളുടെ പേര് മിസ്സായി പോയിട്ടുണ്ട്. വലിയ ആക്ഷേപം ഉയർന്നപ്പോൾ സുപ്രീം കോടതി ഇവിടെ ഇടപെട്ടു. സുപ്രീം കോടതി ഏകദേശം 700ഓളം ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ നിയമിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് ഈ പ്രശ്നം സോൾവ് ചെയ്തത്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക്, ശരിക്കും ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാർക്കും വോട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചെയ്തൊരു വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കൃത്യമായി മോണിറ്റർ ചെയ്തു. 19 അപ്പലേറ്റ് ട്രിബ്യൂണൽസ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ അപ്പലേറ്റ് ട്രിബ്യൂണൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് 23-ാം തീയതി ഉള്ള ഇലക്ഷനും 29-ാം തീയതി ഉള്ള 2 ഫേസ് ഓഫ് ഇലക്ഷനുള്ളിൽ നിങ്ങൾക്ക് 27 ലക്ഷം ആൾക്കാർക്ക് വോട്ട് പോയതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരിക്കലും ബൈ ഡിഫോൾട്ട് ഈ വോട്ട് തിരിച്ചു കിട്ടും എന്നല്ല, പക്ഷേ പൂർണ്ണമായും നിങ്ങൾക്ക് അവകാശം നഷ്ടപ്പെട്ടിട്ടുമില്ല. ഈ 19 അപ്പലേറ്റ് ട്രിബ്യൂണൽ കൃത്യമായി തീരുമാനിക്കും. നിങ്ങൾക്ക് അവിടെ അപ്പീലിന് പോവാം, നിങ്ങൾക്ക് തെളിയിക്കാം. നിങ്ങൾക്ക് കൃത്യമായി തെളിയിച്ച് എനിക്കിവിടെ വോട്ടുണ്ടെന്നും ഈ വോട്ട് വാലിഡ് ആണെന്നും തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയൊരു ക്രിറ്റിസിസം ഇവിടെ വന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 27 മുതൽ 30 ലക്ഷം ആൾക്കാരെ ശരിക്കും SIR നടന്നതിന് ശേഷം വെസ്റ്റ് ബംഗാളിൽ ഇവരുടെ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം 7 crores എന്ന് താഴെ വന്ന് 6.7 crores താഴ്ന്നു വന്നത് 7 point something. അപ്പോൾ 19 ട്രിബ്യൂണൽ എങ്ങനെയാണ് 30 ലക്ഷം ആൾക്കാരുടെ കേസുകളും അപ്പീലും കേൾക്കാൻ പോകുന്നത്? 23 ഏപ്രിൽ നടന്ന റീസെൻ്റ് ഇതിൽ വെറും 130 ആൾക്കാർക്ക് മാത്രമാണ് വോട്ടിംഗ് കൊടുത്തത്. ഒരുപാട് ആൾക്കാർ അപ്പീൽ ചെയ്തത് തന്നെയില്ല. സോ ഇലക്ഷൻ സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്രാവശ്യം വെസ്റ്റ് ബംഗാളായിരുന്നു ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ്യൽ ആയിരുന്നു.